എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതേ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സമാധാന കരാറിനെ കുറിച്ചിട്ട് നമ്മുടെ ശശി തരൂരിന്റെ നിലപാടിനെ കുറിച്ച് അപ്പച്ചന്റെ അഭിപ്രായം എന്താ? സത്യത്തില് ശശി തരൂര് പറഞ്ഞ കാര്യങ്ങൾക്ക് അല്പം കഴമ്പുണ്ടെന്ന്. കാരണം 1971 ഇന്ദിരാഗാന്ധി പാകിസ്ഥാൻ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സമയത്ത് എടുത്ത നിലപാടുകളുണ്ടെന്ന്. ആ നിലപാടിനെ അനുസൃതമായിട്ടാണ് ശശി തരൂരിന്റെ അടുത്ത് ചോദ്യം ചോദിച്ചത്. ഇന്ന് എന്തുകൊണ്ടാണ് മോദി വെടിനിർത്തലിന് തയ്യാറായിരുന്നത്? സത്യത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതായിരുന്നില്ല. കാരണം ഇന്ത്യനെ സംബന്ധിച്ചോളം ഇന്ത്യ വികസിച്ചു വരുന്നൊരു രാജ്യമാണ്. എല്ലാ മേഖലയിലും സാമ്പത്തികമായി, സൈനികമായി എല്ലാ തലത്തിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ചോളം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനോടുള്ളത് വളരെ അസൂയാണ്. അവര് എന്തായാലും രക്ഷപ്പെടുന്നില്ല, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധത്തിനെ ഇന്ത്യയുടെ പുരോഗതി തകർക്കുക, ഇന്ത്യയുടെ നാശം കാണുക എന്നൊരു ലക്ഷ്യത്തിലാണ് പാകിസ്ഥാൻ കാലാകാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളുടെ അയൽരാജ്യമായ ചൈനയും ഇന്ത്യയുടെ പുരോഗതി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ തീവ്രവാദികളെ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. നേരിട്ടുള്ളൊരു യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്കും അറിയാം, ലോകത്തിനും അറിയാം. പക്ഷെ തീവ്രവാദികളെ വെച്ച് കളിക്കുമ്പോൾ അവർക്ക് വളരെയധികം എളുപ്പമാണ്. സാമ്പത്തികമായിട്ട് അധികം നഷ്ടം വരാതെ തന്നെ ഇന്ത്യയെ കഷ്ടത്തിലാകാനും ബുദ്ധിമുട്ടിലാകാനും സാധിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നിട്ട് വേണം തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന് 26 പേരെ വെടിവെച്ചു കൊന്ന വിഷയം. അതിനെ ചൊല്ലി ഇന്ത്യ തീവ്രവാദികളെ അവരെ മടയിൽ പോയി തീർക്കും എന്നുള്ള രീതിയിലുള്ള ഇന്ത്യൻ സർക്കാരിന്റെ നീക്കവും, അതിനുശേഷം ഇന്ത്യ തിരിച്ചടിക്കും. ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ, അവിടേക്ക് ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണം നടത്തി 9 കേന്ദ്രങ്ങളാണ് നിലം പരിശാക്കി. മാത്രമല്ല 100-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് പാകിസ്ഥാൻ ചെലവ് കൊടുത്ത് വളർത്തുന്ന തീവ്രവാദ സംഘടനകളെ ഇന്ത്യ തകർത്തോടി മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അന്താരാഷ്ട്ര രംഗത്ത് തിരിച്ചടിയായിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ ആക്രമിച്ചുകൊണ്ടിരുന്നത്. പാകിസ്ഥാന്റെ ആക്രമണം മുഴുവനും പ്രത്യാക്രമണത്തിന്റെ ഫലമായി അവരുടെ പിന്നെ റഡാർ സിസ്റ്റങ്ങൾ അങ്ങനെ പലതും നശിക്കും. ഇന്ത്യയിൽ നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിധത്തിലുള്ള കേന്ദ്രങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ഇന്ത്യക്കാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന്. താൻ ഒരു കാര്യം മനസ്സിലായി, മുന്നോട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ അണുവായുധ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് ലോകത്തിന്റെ മുന്നിൽ സ്ഥാപിക്കാനും അന്താരാഷ്ട്ര രംഗത്ത് മുഴുവൻ മനുഷ്യ മനസ്സുകളുടെയും ചിന്തയുടെ ശക്തി ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചൊരു അവസരം കൂടിയാണെന്ന് തോന്നുന്നു. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് ലോകം മുഴുവനും സ്ഥാപിച്ചെടുക്കാൻ പറ്റുന്നൊരു സുവർണ അവസരമായിട്ടാണ് ഇന്ത്യ ഇതിനെ കണ്ടത്. നമ്മൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ എങ്ങനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയാലും ആ രാജ്യത്തിലെ കോടിക്കണക്കിന് 30-40 കോടി വരുന്ന ജനങ്ങളെ മുഴുവനും കൊന്നു കളഞ്ഞാലും ഈ പ്രശ്നം അവസാനിക്കാനായിട്ട് അവരെന്നും അവരുടെ ലോക അവസാനം വരെ അവർ ഇന്ത്യക്കെതിരെ. നമ്മളിപ്പോൾ അറിയാം, ഇസ്രായേലിലെ പാലസ്തീൻകാര്
ഹമാസും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ 100% നമ്മളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന രീതി മാത്രമാണ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന സന്ദേശം, ഇന്ത്യയിലേക്ക് ആക്രമിച്ചാൽ ഉറപ്പായിട്ട് പാകിസ്ഥാനെ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളെ തല നമ്മൾ എടുക്കും എന്നൊരു സന്ദേശം. ആ സന്ദേശം കൃത്യമായിട്ട് ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ലോകം അംഗീകരിക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും യഥാർത്ഥത്തിൽ ദരിദ്ര രാഷ്ട്രങ്ങളാണ്. സ്വന്തമായി എന്താ പറയുക, പാകിസ്ഥാനിലെ അവരുടെ ഒരു പരിധി വരെയുള്ള ആയുധങ്ങൾ മുഴുവനും അവർ പുറമെന്ന് വാങ്ങിക്കുന്നതാണ്. അതുപോലെ ഇന്ത്യൻ വളരെയധികം ആളുകൾ പുറമെന്ന് വാങ്ങിക്കുന്നതാണ്. ആയുധ കച്ചവടക്കാർക്കും അതുമായി ബന്ധപ്പെടുന്നവർക്കും മാത്രം ലാഭം ഉണ്ടാവാന്നല്ലാണ്ട് ഇന്ത്യക്കോ പാകിസ്ഥാനോ പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റോ ഇതിൽ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. പിന്നെ ഈ യുദ്ധം ഉണ്ടായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് വളർന്നു കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ സാമ്പത്തിക ഭദ്രതയിലേക്ക് മുന്നോട്ട് കുതിക്കുന്നതിലുള്ള സാധ്യതകൾക്ക് ഒരു എന്താ പറയുക സമയദൈർഘ്യം വരും. ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തത്തിൽ നഷ്ടമാണ്. പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ചടിച്ച് പാകിസ്ഥാനെ നശിപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് പാകിസ്ഥാൻ നശിക്കുമെന്നല്ലാതെ ഇന്ത്യക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. മാത്രമല്ല അവിടെ ആ രാജ്യത്തിന് നമ്മൾക്ക് പിടിച്ചെടുത്ത് ആ രാജ്യത്തിന്റെ ഭരണം ഇന്ത്യയെ നടത്തിക്കൊണ്ടുപോയി അവിടുത്തെ ജനങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യം നമുക്കില്ലയെന്ന്. മാത്രമല്ല അവിടെ ഏതെങ്കിലും തീവ്രവാദ വിഭാഗങ്ങൾക്ക് പാകിസ്ഥാന്റെ നിലവിലുള്ള നേതൃത്വം നശിക്കുകയാണെങ്കിൽ പുതിയ വല്ല തീവ്രവാദ വിഭാഗങ്ങളാണ് ആധിപത്യം സ്ഥാപിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ താലിബാനെ പോലെയുള്ള വിഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഭാവിയിൽ നിലവിലുള്ള പ്രശ്നത്തെക്കാൾ കൂടുതൽ വഷളാവാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആക്രമണം കാര്യങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഇന്ത്യ തിരിച്ചടിക്കും. ഇനി ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും, മണ്ണിൽ നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അത് യുദ്ധപ്രഖ്യാപനമായിട്ട് മാറും എന്നൊക്കെ തരത്തിലേക്ക് ഒരു സന്ദേശം കൊടുത്ത് ഇന്ത്യക്ക് അത് ചെയ്യാൻ സാധിക്കും എന്നൊരു സന്ദേശം കൊടുത്ത് നിർത്താണ് സത്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരിക്കലും പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചുകൊണ്ടോ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ളൊരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റൊക്കെ ഇടപെട്ടിട്ട് പാകിസ്ഥാന്റെ അടുത്ത് ഒത്തുതീർപ്പിന് വ്യവസ്ഥ വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ട്രംപ് തന്നെ പറയുന്ന ഒരു കാര്യത്തിന് പാകിസ്ഥാനെതിരായി പാകിസ്ഥാൻ സൈന്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി അന്താരാഷ്ട്ര തലത്തിലും മാനസികമായ ഒരു പവർ ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറുന്ന സാഹചര്യമാണ് നിലവിൽ വരാൻ പോകുന്നത്. മാത്രമല്ല ട്രംപിനെ പോലെയുള്ള ഒരു ഭരണാധികാരിനെയൊക്കെ പാകിസ്ഥാൻ സൈന്യവും തീവ്രവാദികളും പിണക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് പാകിസ്ഥാന് വളരെ ദോഷവും ഇന്ത്യക്ക് കുറച്ച് അനുകൂലമാവുന്ന സാഹചര്യവുമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ള വളരെ തന്ത്രവും ചാണക്യ ബുദ്ധി അനുസരിച്ചാണ് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുള്ളത്. അതിന് നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് പ്രതിപക്ഷ കക്ഷികൾ പല ചോദ്യങ്ങൾ ചോദിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയമായി നിലനിൽക്കാനായിട്ട് പ്രതിപക്ഷത്തിന് അത്തരം ചോദ്യങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ഭാവിയെ കരുതി നോക്കുമ്പോൾ നമ്മൾ പരമാവധി നമ്മളെ ആക്രമിക്കുന്ന ആളുകളെ തടുത്തു നിർത്തുക, പരമാവധി നമ്മൾ സമന്വയം പാലിച്ച് നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രം തിരിച്ചടിക്കുക. ഇതിപ്പോൾ കാലകാലങ്ങൾ ഇന്ത്യയുടെ നയമാണ്. ആ നയത്തിൽ തന്നെ ഇന്ത്യ ഇപ്പോഴും തുടർന്നു പോകുന്നു. അതുകൊണ്ട് ശശി തരൂർ ഈ അർത്ഥത്തിലൊക്കെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇതാണ് അഭിപ്രായം. ഇനി എന്തെങ്കിലും ഇതിനെ പറ്റി പറയാനുണ്ടോ? എന്തേലും ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ശരി കേട്ടോ. അപ്പൊ നിങ്ങൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്താ പറയാ, പെരുന്നാള് ഭംഗിയായിട്ട് കണ്ട് ആഘോഷിച്ച് വരൂ. അപ്പൊ അതിന് ശേഷം നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അപ്പോഴേക്കും പുതിയ വാർത്തകളും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഓഫ്